ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 52ാമത്തെ സെഷനിൽ ഒരു പെൺകുട്ടി ധ്യാനിക്കാനായിട്ട് വന്ന് അവളുടെ അനുഭവം പങ്കുവെക്കുന്ന സൂചിപ്പിച്ചിരുന്നല്ലോ. മുടി മുറിക്കാനും അല്ലെങ്കിൽ കൈ ഞരമ്പ് മുറിക്കാനും മുറിയിലെത്തിയിടാനൊക്കെ പൈശാചികമായ പ്രേരണയാൽ അവൾ അറിയാതെ തന്നെ അവൾ ചെയ്തു പോകുന്ന അനുഭവം, അവൾക്ക് വിടുതൽ കിട്ടിയ സംഭവം, അതേക്കുറിച്ച് 2 വിചിന്തനങ്ങൾ കഴിഞ്ഞ സെഷൻ നൽകുകയുണ്ടായി. ഇന്നും അതിൻ്റെ ഒരു വിചിന്തനം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവളുടെ ഞെരുക്കങ്ങളായിട്ട് അവൾ പങ്കുവെച്ചപ്പോൾ ഈ പറഞ്ഞതായ കാര്യങ്ങൾ, ഇപ്പം ഞാൻ സൂചിപ്പിച്ചതായ 3 കാര്യങ്ങൾ. ഒന്ന്, അവളുടെ മുടി ഇങ്ങനെ മുറിച്ച് മാറ്റുന്നു അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവൾ മയക്കമുണ്ടായിട്ട് കിടന്നു കഴിഞ്ഞ് ഉറക്കം തെളിയുമ്പോൾ അവൾ കാണുന്നത് അവളുടെ മുറിയെല്ലാം ബാർബർ വെട്ടി മാറ്റിയിരിക്കുന്നു. മറ്റൊന്ന്, അവളുടെ ഷോള് കൊണ്ട് കഴുത്തേൽ ഇങ്ങനെ വലിഞ്ഞു മുറുകി കൊല്ലാൻ നോക്കുന്ന അനുഭവം, അവൾ തന്നെ അറിയുന്നില്ല അങ്ങ് ചെയ്യുന്നത്. മറ്റൊന്ന്, അവളുടെ കൈയുടെ ഞരമ്പ് ഇങ്ങനെ ബ്ലേഡ് കൊണ്ടോ മറ്റോ വലിഞ്ഞ് മുറുകിയിട്ട് ചോര ഒഴുകി അപകടത്തിൽപ്പെടുന്ന അനുഭവം. മറ്റൊന്ന്, വീണ്ടും അവളുടെ ഡ്രസ്സും കിടക്കുന്ന കട്ടിലും ബെഡും എല്ലാം തീയിട്ട് കത്തിക്കുന്ന അനുഭവം. ഇത് വേറെ ആരും കണ്ടിട്ടില്ല, അവൾ തന്നെ ചെയ്യുന്നതെന്നാണ് കൂട്ടുകാരും അപ്പനും അമ്മയൊക്കെ പറയുന്നത്. ചില മാനസിക രോഗ അവസ്ഥയിൽ ഇങ്ങനെ ചെയ്തു പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഡോക്ടർമാരൊക്കെ പങ്കുവെക്കുന്ന ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് രോഗത്തിൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ രോഗം ആണ് ഇവക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അതിനുള്ള ഒരു ചികിത്സ എടുക്കാതെ അവൾക്ക് സൗഖ്യം കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. അതും 2-3 ദിവസത്തെ ഒരു ധ്യാനത്തെ സംബന്ധിക്കുമ്പോഴാണ്. അപ്പോൾ മാനസിക രോഗത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ അത് പിന്നെയും ഉണ്ടാകുന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ ഇത് മാനസിക രോഗത്തിൻ്റെ അല്ല പൈശാചിക പീഡ തന്നെയാണ്. അതെങ്ങനെ വന്നു എന്നുള്ള കഴിഞ്ഞ ശേഷം പറയുകയുണ്ടായി. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ പൈശാചിക പീഡ ഉണ്ടായ അവസരത്തിൽ അവൾ ചെയ്തതായി 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളും അവളെ തന്നെ നശിപ്പിക്കാനായിട്ട് ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനും സമൃദ്ധം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവൻ പിശാച് ആദ്യം മുതലേ കൊലപാതകയാണ്. പിശാചിന് എവിടെ അവസരം കിട്ടുന്നുവോ അവൻ അവിടെ നശിപ്പിക്കും, കൊന്ന് തീർത്തെടുക്കും. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം, ജോബിൻ്റെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് സാത്താന് ദൈവം അനുവദിച്ചിട്ടാണ് അവസരം കിട്ടുന്നത്. നമുക്കറിയാം, ആദ്യം കിട്ടിയ അവസരം അവൻ്റെ ശരീരത്തിൽ തൊട്ടേക്കരുത് എന്ന് പറഞ്ഞു, ജോബിനെ തൊട്ടേക്കരുത്. അങ്ങനെ അനുവാദം അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ജോബിൻ്റെ 10 മക്കളും കൊല്ലപ്പെടുന്നു. ജോബിൻ്റെ അനേക ഭൃത്യന്മാർ വാളിനിരയാകുന്നു, നശിക്കുന്നു. പിന്നെ ഒട്ടോക്കോട്ടോ മാട്ടുമറ്റോ എല്ലാം തീർന്നു പോവുകയാണ്. അപ്പം നശിപ്പിക്കപ്പെടുന്ന അനുഭവം, കൊല്ലപ്പെടുന്ന അനുഭവം അവിടെ കാണുകയാണ്. ജോബിനെ പറ്റി തമ്മിൽ പറഞ്ഞു, അവനെ തൊട്ടേക്കരുതെന്ന് പറഞ്ഞു. 2ാമത്തെ അവസരത്തിൽ സാത്താൻ പിന്നെ അനുവാദം ചോദിച്ചു വരുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ശരി, അവൻ്റെ ശരീരത്തിൽ നിനക്ക് തൊടാം, പക്ഷെ അവൻ്റെ ജീവൻ ജീവൻ പോയേക്കരുത്. അങ്ങനെ ജീവൻ പോയേക്കരുതെന്ന്, ജീവനെ തൊട്ടേക്കരുത് തമ്പുരാൻ കർക്കശമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് അവിടെ സാത്താൻ ജോബിനെ കൊല്ലാത്തത്. അല്ലെ ജോബിനെ കൊന്ന് തീർത്തേനെ സാത്താൻ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിശാചിൻ്റെ ഈ ഒരു പ്രവണത, ശൈലി, സ്വഭാവം, കൊല്ലുക എന്നുള്ളത്, നശിപ്പിക്കുക എന്നുള്ളത് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ തമ്പുരാൻ സാത്താന് അനുവാദം കൊടുക്കുമ്പം അവന് ജീവനെ തൊട്ടൊക്കെ എടുത്തു പറയാൻ ഇടവരുന്നത് ഓർമ്മിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഗെരേസന്റെ നാട്ടിലെ പിശാച് ബാധിതൻ, അവനുണ്ടായിരുന്ന പിശാചുക്കളുടെ വലിയ സമൂഹം, അവരെ ഇറക്കി വിടുകയാണ് ഈശോ. അപ്പോൾ അവർ അനുവാദം ചോദിക്കുകയാണ്, പന്നികളിലേക്ക് പോക്കോട്ടെ. ആ മലഞ്ചെരുവിൽ പന്നി മേയുന്നുണ്ട്. ഈശോ അത് അനുവദിക്കുന്ന നമ്മൾ കാണുകയാണ്. അങ്ങനെ പിശാചുക്കൾക്ക് പന്നികൾ പ്രവേശിക്കാൻ അനുവാദം കിട്ടിക്കഴിയുമ്പോൾ ആ പന്നികൾക്കുണ്ടാകുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അവയെല്ലാം പെട്ടെന്ന് വിളറി പിടിച്ച് പരവേശപ്പെട്ട് ഓടി ആ മലഞ്ചെരുവിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ വീണ് മുങ്ങിച്ചത്തു, മുഴുവൻ ചത്ത് തീർന്നു പോയി. വീണ്ടും നമ്മൾക്ക് ബൈബിളിൽ കാണാൻ, സുവിശേഷം കാണുന്ന ഒന്നാണ് സാത്താൻ ആവസിക്കുന്നതായിട്ട് ബൈബിളിൽ പറയുന്ന ഏക സംഭവമാണ് യൂദാസ് ഇസ്കറിയോത്തിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ കയറുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. സാത്താൻ അവനെ പ്രവേശിച്ചു. സാത്താൻ പ്രവേശിച്ച യൂദാസിനുണ്ടാകുന്ന അനുഭവം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്. അവനെക്കൊണ്ട് ചില കാര്യങ്ങൾ സാത്താൻ ചെയ്യിപ്പിക്കുകയാണ്.
അത് ചെയ്യിപ്പിച്ച് കഴിയുമ്പം പിന്നെ അവന് സാത്താൻ കൊടുക്കുന്ന പ്രേരണ, നീ പോയി തൂങ്ങിച്ചാകും, നീ പോയി ചാകും, അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. പിശാചിന് സാത്താന് എവിടെ അവസരം കിട്ടുന്നുവോ അവൻ നശിപ്പിക്കാൻ നോക്കും, കൊല്ലാൻ നോക്കും, തീർത്തെടുക്കാനായിട്ട് നോക്കും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് സാത്താന് പൈശാച് അരൂപിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഒരു അവസരം കിട്ടി. അവരുടെ ജീവിതത്തിൽ അവൻ കയറി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആവർത്തിച്ച് ആ കൊച്ചൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഒരു നശിപ്പിക്കലിൻ്റെയും മരണ പരിശ്രമങ്ങളുടെയുമാണ്, മരണ അറ്റംപ്റ്റുകളാണ്. വെയിൻ മുറിക്കുന്നു, ഞരമ്പ് മുറിക്കുന്നു, അത് അവൾ മരിക്കാൻ വേണ്ടിയിട്ടാണ്. തീയിടുന്നു, അത് അവളെ കൊന്നെടുക്കാനുള്ള പിശാചിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അവൾ മുടി മുറിച്ച് കളയും. നമുക്കറിയാം, ഒരു പെൺകുട്ടി സ്കൂളിലൊക്കെ പോകുമ്പോൾ അവളുടെ മുടി വികൃതമായ രീതിക്ക് മുറിച്ച് മാറ്റിയ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് അവരുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യാനിട വരുന്നത്. അങ്ങനെ അവളെ കലക്കി നശിപ്പിച്ചിട്ട് തീർത്തെടുക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എവിടെ വരുന്നു അവിടെ നമുക്കറിയാം ദൈവവും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യോഹന്നാൻ 10:10 അവർ സൂചിപ്പിച്ചത്. അവിടെ ഈശോ രണ്ടും പറയുന്നുണ്ട്, കള്ളൻ വരുന്ന കൊല്ലാൻ നശിപ്പിക്കാൻ, താൻ വന്നിരിക്കും ജീവനുണ്ടാകാൻ, സമർത്ഥനുണ്ടാകാൻ. ദൈവവുമായിട്ട് ഈശോയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീവനുണ്ടാകാൻ ഈശോ വരുന്നു. ഈശോ പറയുന്ന വാക്കുകൾ ജീവൻ്റെ വചനമാണ്. ഞാൻ നിങ്ങൾ പറയുന്ന വാക്കുകൾ ആത്മാവ് ജീവനുമാണ്. യോഹന്നാൻ സുവിശേഷം 6:63 ആത്മാവ് ജീവനുമാണ്. യോഹന്നാൻ 12:49 ഈശോ പറയുന്നുണ്ട്, എൻ്റെ വാക്കുകൾ അത് പിതാവ് കൽപ്പിച്ച പോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് എനിക്കറിയാം. ഈശോയുടെ വചനം ജീവൻ്റെ വചനമാണ്. ഈശോ നൽകുന്ന ദാഹജലം ജീവൻ്റെ ജലമാണ്, ജീവജലമാണ്, ജീവജലത്തിൻ്റെ അരുവികൾ എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്നത്. നമുക്കറിയാം, യോഹന്നാൻ 7-ാം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ പക്കൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ഞാൻ നൽകുന്ന ജലം ജീവൻ്റെ അരുവിയാണ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈശോ തന്നെ നമുക്ക് മുറിച്ചു നൽകുന്ന സ്വർഗത്തിൽ തുടങ്ങിയ അപ്പം എന്ന് പറയുമ്പോൾ ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ ഈശോയെ ബന്ധപ്പെട്ട എല്ലാം ജീവനും കരുത്തും നൽകുന്നതാണ്. അതേസമയം പിശാചുമായി ബന്ധപ്പെട്ടതെല്ലാം തളർത്തി വാടി കോടി തളർന്ന് ഊരില്ലെന്നായി നാശത്തിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ദൈവികമായ വചനത്തിലേക്കും ദൈവികമായ അരൂപിയുടെ നയിക്കലിലേക്കും ദൈവികമായ സാന്നിധ്യം നമുക്ക് പകർന്നു തരുന്ന സഭയിലൂടെ നിരവധി ഉദാശയുടെ മേഖലയ്ക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ. നിരാശയും തളർച്ചയും വാട്ടവും കോട്ടവും ഉപദ്രവിക്കലും മുറിപ്പെടുത്തലും മരിക്കലും കൊല്ലലും ആത്മഹത്യ ഇങ്ങനെയുള്ള വശങ്ങളിലേക്കുള്ള പ്രേരണകളെ മുഴുവൻ തിരിച്ചറിഞ്ഞ് ദൂരീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സുഖവാസവും ജീവന്റെ നിറവായി ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.